ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഉപബോധ മനസ്സുപയോഗിച്ച് ഉറക്കത്തിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉപബോധ മനസ്സ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. നിങ്ങൾ ഓരോ 24 മണിക്കൂറിൽ 8 മണിക്കൂർ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 1/3 ഉറക്കത്തിലായി ചിലവഴിക്കുന്നു. ഇത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണല്ലേ. നമ്മൾ കടുത്ത ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളുടെയും ഉത്തരങ്ങൾ ലഭിക്കുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനൊരു ഉത്തരം കിട്ടുന്നതായിട്ട് നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ഒന്ന് ഉറങ്ങുക, ജസ്റ്റ് ഒന്ന് ഉറങ്ങുക. ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും അതിൽ നിന്നൊരു നല്ലൊരു ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ്, ഒരിക്കലും വിശ്രമിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. അതെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ ജീവധാരാ ശക്തികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ രോഗശുശ്രൂഷ പദ്ധതിയൊക്കെ വേഗത്തിൽ നടക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ബോധ മനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. അതായത് നമ്മൾ ബോധ മനസ്സിലിരിക്കുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? നമ്മളെപ്പോഴും ഓരോ ചിന്തയിലായിരിക്കും. എപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ആഗ്രഹത്തിനെ കുറിച്ച് എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരും അല്ലേ. നമ്മളിങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം നെഗറ്റീവായിട്ട് ചിന്തിച്ച് നമുക്കതൊരിക്കലും നടക്കാത്ത ഒരു കാര്യമായി മാറുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ബോധ മനസ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് എടുത്തു പറയത്തക്കതായ ഉത്തരങ്ങളൊക്കെ നൽകുന്നത്. പകല് മുഴുവൻ നിങ്ങളുടെ ബോധ മനസ്സ് ഓരോ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലായിരിക്കും. കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും വിവാദങ്ങളിലും മുഴുകിയിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവുണ്ടാവുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അല്ലേ. ഈ പറഞ്ഞാൽ നമ്മളൊക്കെ ആരോഗ്യമായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് എന്താണോ ഉള്ളത് അതിനെല്ലാം നന്ദി പറയുക. നമുക്കുള്ളതിന് നന്ദി പറയുമ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും ഭയങ്കര കാമായി മാറും. അതിനുശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു താരാട്ടുപാട്ട് പോലെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വാചകങ്ങളാക്കി നിങ്ങൾ തുടരെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതെന്തായാലും അത് ഉപബോധ മനസ്സിലെത്തുകയും ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.